പ്രിയമുള്ളവരെ, നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തെ അനുബന്ധിച്ച് നമുക്കൊന്ന് നോക്കാം. നമുക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ അവർ ചോദിക്കുമ്പോഴാണ് അവർക്ക് ആഹാരം കൊടുക്കുന്നത്? അല്ല പ്രിയ സുഹൃത്തുക്കളെ, അവർക്ക് ആവശ്യമുള്ള കാര്യം അറിഞ്ഞ് നമ്മൾ ചെയ്യുകയാണല്ലേ. അവർക്ക് വസ്ത്രം അവർ കൊടുക്കുന്നത് അവർ ചോദിച്ചിട്ടല്ല, നമ്മൾ അവർക്ക് അറിഞ്ഞ് എല്ലാം ചെയ്യുകയാണ്. ഇതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷനും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ ചോദിക്കുമ്പോഴാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? അല്ല, നമ്മൾ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ട സമയത്ത് എല്ലാം തക്കതായ സമയത്ത് ചെയ്തു കൊടുക്കുന്നു, ഇല്ലേ? ഒരു കുഞ്ഞ് വലുതായി അവനൊരു പ്രായപൂർത്തിയാകുമ്പോഴാണ് അവർ എഡ്യൂക്കേഷൻ സ്വീകരിക്കുന്നത് എങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ ഏതെങ്കിലും ഒരു കുഞ്ഞ് പറയും എനിക്ക് വിദ്യാഭ്യാസം വേണമെന്ന് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ സദൃശ്യവാക്യങ്ങൾ 22:6 കാണുന്നത് പോലെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് കാണുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ് നമ്മുടെ ദൈവിക വിദ്യാഭ്യാസം. അതിനാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വിശുദ്ധ മാമോദീസയിൽ കൂടെ സഭയിൽ അംഗമാക്കിയിട്ട് അവരെ സൺഡേ സ്കൂളിൽ ചേർത്ത് അവരെ നമ്മുടെ കർത്താവിൻ്റെ ഉപദേശങ്ങൾ എല്ലാം പഠിപ്പിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾ ക്രിസ്ത്യാനിയായി തീർന്ന് ക്രിസ്തുവിനെ അനുസരിച്ച് നടക്കുന്നവരായി തീരുന്നത്. ഇതെല്ലാം കുഞ്ഞുങ്ങൾ വളരാൻ നോക്കിയിരുന്ന ഒരിക്കലും അവർ നടക്കേണ്ടുന്ന വഴിയിലല്ല അപ്പോൾ അവർ നടന്നു പോകുന്നത്. പിന്നെ നമുക്ക് അവർ പിടിച്ചാൽ കിട്ടുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉപദേശിക്കേണ്ട സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു വിദ്യാഭ്യാസം കൊടുത്ത് നമ്മുടെ സഭയോട് ചേർത്ത് നിർത്തുന്നത്. നമ്മൾ വിശുദ്ധ മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മൾ വിശ്വാസികളായ 2 പേരൻസ് ആയിരിക്കും, അല്ലേ? അവരുടെ ഗ്രാൻഡ് പേരൻസും ആയിരിക്കും. ഇനി നമുക്കൊന്ന് നോക്കാം. 1 കൊരിന്ത്യർ 4:7-14 എന്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. എന്തെന്നാൽ വിശ്വാസം സ്വീകരിച്ചിട്ടില്ലാത്ത ഭർത്താവ് വിശ്വാസിനിയായ ഭാര്യ മൂലം ശുദ്ധീകൃതനാവുന്നു. വിശ്വാസം സ്വീകരിച്ചിട്ടില്ലാത്ത ഭാര്യ വിശ്വാസിയായ ഭർത്താവ് മൂലം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാത്ത പക്ഷം അവരുടെ കുഞ്ഞുങ്ങൾ അശുദ്ധരായി പോകുമായിരുന്നു. ഇപ്പോഴോ അവർ ശുദ്ധരായിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2 പേരും വിശ്വാസികളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പോൾ ശുദ്ധരായി തീരുകയില്ലേ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ ഉടനീളം കാണുന്ന കാര്യമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യം, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത് എന്ന് പറഞ്ഞത് നമുക്കെല്ലാം അറിവുള്ള സന്ദർഭങ്ങളാണല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പേരൻസ് വിശ്വസിച്ച് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവരെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആ വിശ്വാസത്തെ നമ്മുടെ കർത്താവ് അംഗീകരിക്കാതിരിക്കുമോ? നമുക്ക്